ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂളിലെ കമ്പസ്റ്റൻ അനാലിസിസ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് കമ്പസ്റ്റൻ എന്താണെന്ന് നോക്കാം. എ കെമിക്കൽ റിയാക്ഷൻ ഡ്യൂറിങ് വിച്ച് എ ഫ്യൂൽ ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ഈസ് കോൾഡ് കമ്പസ്റ്റൻ. കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഫ്യൂവല് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നതാണ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഫ്യൂവലും ഓക്സിജനും തമ്മിൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. അതാണ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, അതിൽ ഉപയോഗിക്കുന്ന ഓക്സിഡൈസർ, നോർമലി കമ്പസ്റ്റൻ ഉപയോഗിക്കുന്ന ഓക്സിഡൈസർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫെറിക് എയർ ആണ്. ആ അറ്റ്മോസ്ഫെറിക് എയർ ഡ്രൈ എയറിന് 21% ഓക്സിജൻ ആൻഡ് 79% നൈട്രജൻ ബൈ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡ്രൈ എയറിൽ 21% ഓക്സിജനാണ്, 79% നൈട്രജനാണ്. മീൻസ് ഓരോ മോള് ഓക്സിജൻ കമ്പസ്റ്റൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്തും അതിനെ അക്കമ്പനി ചെയ്യുന്ന 79/21 മോൾസ് ഓഫ് നൈട്രജൻ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു മോൾ ഓക്സിജൻ്റെ കൂടെ 3.76 മോൾസ് ഓഫ് നൈട്രജൻ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ആ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഓക്സിജൻ ഫ്യൂവലുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, നൈട്രജൻ എന്താണ്? ഇനേർട്ടായിട്ട് നിൽക്കും. മീൻസ് N2 ആയിട്ട് എൻ്റർ ചെയ്യും, N2 ആയിട്ട് തന്നെ ലീവ് ചെയ്യുകയും ചെയ്യും. അത് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇനി ഇതിൽ കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, എയർ ഫ്യൂവൽ റേഷ്യോ. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാസ് ഓഫ് എയർ ടു മാസ് ഓഫ് ഫ്യൂവൽ ഫോർ എ കമ്പസ്റ്റൻ പ്രോസസ്സ്. എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് വെച്ചാൽ ഒരു കമ്പസ്റ്റൻ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന എത്രത്തോളം മാസ് ഉപയോഗിക്കുന്നുണ്ട് ഡിവൈഡ് ബൈ എത്രത്തോളം ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, തിയററ്റിക്കൽ ഓർ സ്റ്റോഷിയോമെട്രിക് എയർ. ഡെഫിനേഷൻ നോക്കാം. The minimum amount of air needed for complete combustion of fuel is called stoichiometric air or theoretical air. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്യൂവല് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എയർ വേണോ അതാണ് സ്റ്റോഷിയോമെട്രിക് എയർ അല്ലെങ്കിൽ തിയററ്റിക്കൽ എയർ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്യൂവൽ ഹൈഡ്രോ കാർബൺ ഫ്യൂവലാണ്. ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഓക്കെ, നമ്മളെ ഫ്യൂവലിലുള്ള എല്ലാ കാർബണേയും കാർബൺ ഡൈ ഓക്സൈഡാക്കി കൺവേർട്ട് ചെയ്യാനും ഹൈഡ്രജനെ വാട്ടറാക്കി കൺവേർട്ട് ചെയ്യാനും എത്രത്തോളം എയർ വേണം. അഡീഷണൽ ആയിട്ടല്ല, കറക്റ്റ് കംപ്ലീറ്റ് കമ്പസ്റ്റന് വേണ്ടുന്ന എയറിനെയാണ് തിയററ്റിക്കൽ എയർ എന്ന് പറയുന്നത്. അടുത്തത് എക്സസ് എയർ. എക്സസ് എയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇൻ ആക്ച്വൽ കമ്പസ്റ്റൻ പ്രോസസ് ഇറ്റ് ഈസ് കോമൺ പ്രാക്ടീസ് ടു യൂസ് മോർ എയർ ദാൻ സ്റ്റോഷിയോമെട്രിക് എമൗണ്ട് to increase the chance of complete combustion or to control the temperature of combustion chamber. നമ്മളെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിൻ്റെയൊക്കെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രമേ അവിടെ കമ്പസ്റ്റന് വേണ്ടി കിട്ടുന്നുള്ളൂ. ഓക്കെ, ആ സമയത്ത് എല്ലാ ഫ്യൂവലിനും പ്രൊപ്പോർഷണലായിട്ട് ഓക്സിജൻ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ട് ബേൺ ചെയ്യുക എന്നുള്ളത് എക്സാക്റ്റ് എമൗണ്ട്, അതായത് സ്റ്റോഷിയോമെട്രിക് എമൗണ്ട് ഓഫ് എയർ ആണ് കൊടുക്കുന്നെങ്കിൽ ബുദ്ധിമുട്ടാണ്. മീൻസ് എല്ലാ ഫ്യൂവലിനും ആരെ കിട്ടൂല? ഓക്സിജനെ കിട്ടൂല. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് എയർ കൊടുക്കും. സ്റ്റോഷിയോമെട്രിക് എയറിനെക്കാട്ടിയും കൂടുതൽ എയർ കൊടുക്കും കമ്പസ്റ്റൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുക്കുന്ന എയറിന് പറയുന്ന പേരാണ് എക്സസ് എയർ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് എക്സസ് എയർ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റോഷിയോമെട്രിക് എയർ ആസ് പെർസെൻറ്റേജ് എക്സസ് എയർ. മീൻസ് ഈ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന എയർ സ്റ്റോഷിയോമെട്രിക് എയറിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് നോർമലി കമ്പസ്റ്റൻ അനാലിസിസിൽ എക്സ്പ്രസ് ചെയ്യുക. മീൻസ് 50% എക്സസ് എയർ എന്ന് പറഞ്ഞാൽ 150% തിയററ്റിക്കൽ എയറിന് ഇക്വാലൻ്റ് ആണ്. 100% ആണ് എക്സാക്റ്റ് ബേണിങ്ങിന് വേണ്ടുന്നത്. ഓക്കെ, സ്റ്റോഷിയോമെട്രിക് എയർ എന്ന് പറയുന്നത് എപ്പോഴും 100% ആണ്. അതിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത് ആണ് എക്സസ് എയർ എന്ന് പറയുന്നത്. അടുത്തത് ഫോർത്ത് വൺ, ഡെഫിഷ്യൻസി ഓഫ് എയർ. ദ എമൗണ്ട് ഓഫ് എയർ ലെസ് ദാൻ സ്റ്റോഷിയോമെട്രിക് എമൗണ്ട് ഈസ് കോൾഡ് ഡെഫിഷ്യൻസി ഓഫ് എയർ. മീൻസ് ഫ്യൂവല് ബേൺ ചെയ്യാൻ കറക്റ്റ് കംപ്ലീറ്റ് കമ്പസ്റ്റന് ബേൺ ചെയ്യാനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ അതിനെന്ത് പറയും? ഡെഫിഷ്യൻസി ഓഫ് എയർ. 90% തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? 10% ഡെഫിഷ്യൻസി വന്നു. അവിടെ ഒരിക്കലും കമ്പസ്റ്റൻ കംപ്ലീറ്റ് ആവില്ല. അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും.
അടുത്ത ടേം ഇക്വിവാലൻസ് റേഷ്യോ. The ratio of actual fuel-air ratio to the fuel-air ratio for complete combustion with the theoretical amount of air. അതാണ് ഇക്വിവാലൻസ് റേഷ്യോ. മീൻസ് ആ കമ്പസ്റ്റിന് ഉപയോഗിക്കുന്ന ആക്ച്വൽ ഫ്യൂവൽ എയർ റേഷ്യോ ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക്, അതായത് കംപ്ലീറ്റ് കമ്പസ്റ്റിൻ തിയററ്റിക്കൽ കമ്പസ്റ്റിന് വേണ്ടുന്ന ഫ്യൂവൽ എയർ റേഷ്യോ. ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതാണ് ഇക്വിവാലൻസ് റേഷ്യോ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെന്ന് വെച്ചാൽ ഇക്വിവാലൻസ് റേഷ്യോ ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ കമ്പസ്റ്റൻ അതിൻ്റെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോൾവ് ചെയ്യുന്ന സമയത്ത് 5=1 ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ് നമ്മളെ മിക്സർ എന്താണ് സ്റ്റോഷിയോമെട്രിക് കമ്പസ്റ്റനാണ് അവിടെ നടക്കുന്നത്. അടുത്ത കേസ് സെക്കൻഡ് കേസ് എന്താ 5>1 ആണെങ്കിൽ റിച്ച് മിക്സറിലാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. മീൻസ് എന്താ ഫ്യൂവലിൻ്റെ എമൗണ്ട് കൂടുതലാണ്, റിക്വയർഡ് എമൗണ്ട് ഓഫ് എയർ ഇല്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്യൂവലിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടില്ല എയർ അവിടെ അവൈലബിൾ അല്ല. അതാണ് റിച്ച് മിക്സർ. റിച്ച് മിക്സർ എന്ന് വെച്ചാൽ ഫ്യൂവലിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക്കിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. അത്തരം കേസിൽ എന്താണ് കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അടുത്ത കേസ് 5<1. 5<1 കേസിൽ മിക്സർ എന്താണ് ലീൻ മിക്സറാണ്. മീൻസ് എമൗണ്ട് ഓഫ് എയർ എന്ന് പറയുന്നത് തിയററ്റിക്കൽ എമൗണ്ടിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള എമൗണ്ട് അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ലീൻ മിക്സർ എന്ന് പറയുന്നത്. ലീൻ മിക്സറിൽ അൺനെസസറി എമൗണ്ട് ഓഫ് എയർ കമ്പസ്റ്റൻ ചേമ്പറിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അതെന്ത് ചെയ്യും ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, സറൗണ്ടിങ്ങിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അടുത്തത് കമ്പസ്റ്റൻ ഇക്വേഷൻസ്. 2 ടൈപ്പ് കമ്പസ്റ്റൻ ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പറയുന്നത് ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ, അത് CnHm ജനറൽ നൊട്ടേഷനാണ് എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള കമ്പസ്റ്റൻ ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. CnHm plus A into O2 plus 3.76 N2 gives NCO2 plus M/2 H2O plus 3.76 N2. ഇതിൽ ഈ 3.76 എങ്ങനെയാണ് വന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ഓരോ മോള് ഓക്സിജൻ കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്തും 3.76 മോൾസ് ഓഫ് നൈട്രജൻ എൻ്റർ ചെയ്യും. കാരണം അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് വെച്ചാൽ 21% ഓക്സിജനും 79% നൈട്രജനും ബൈ വോളിയമാണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ N+m/4. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കാർബൺ, M വെച്ചാൽ നമ്പർ ഓഫ് ഹൈഡ്രജൻസ്. N+m/4 ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ ഉപയോഗിക്കേണ്ട എൻ്റെ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണെന്ന് കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിലെന്ന് വെച്ചാൽ NCO2 ആണ്, M/2 H2 ആണ്. അതേപോലെ നൈട്രജൻ ഇനേർട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ എത്ര നൈട്രജൻ ഇല്ല? A × 3.76 നൈട്രജനാണ് ലെഫ്റ്റ് സൈഡിൽ. അത്രയും നൈട്രജൻ എന്തുണ്ടാവും? റൈറ്റ് സൈഡിലും ഉണ്ടാവും. അത് ഇനേർട്ടാണ്, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, ഇനി എയർ ഫ്യൂൽ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് എയർ ബൈ മാസ് ഓഫ് ഫ്യൂവലാണ് ജനറൽ ഇക്വേഷൻ. മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മാസ് കിട്ടും. ഇവിടെ എത്ര മോൾസ് ഓഫ് എയർ ആണുള്ളത്? ഈ ഒരു കേസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്രയായി? 1 + 3.76 4.76 ഇൻറ്റു എ. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എയർ എന്ന് പറയുന്നത്. അതിനെ മോളിക്കുലാർ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? ടോട്ടൽ മാസ് ഓഫ് എയർ ആയി. ഇനി ഇവിടെ എത്ര മോൾ ഫ്യൂൽ ഉപയോഗിക്കുന്നുണ്ട്? ആകെ 1 മോൾ ഫ്യൂൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 1 × മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഫ്യൂൽ ചെയ്താൽ എന്തായി? മാസ് ഓഫ് ഫ്യൂലായി. ആ റേഷ്യോ കണ്ടുപിടിച്ചാൽ എന്തായി? ആ കമ്പസ്റ്റൻ്റെ എയർ ഫ്യൂൽ റേഷ്യോ കിട്ടും, മാസ് ബേസിസിലുള്ളത്. ഇനി എയറിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? 28.97 kg/kmol ആണ് എയറിൻ്റെ മോളിക്കുലാർ വെയിറ്റ്. ഇത് വെച്ചിട്ടുള്ളൊരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മളെ ഫ്യൂവൽ ഏതാണ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. സാമ്പിൾ നോക്കാം. ഡിറ്റർമൈൻ ദ എയർ ഫ്യൂൽ റേഷ്യോ ഓൺ ബോത്ത് മാസ് ആൻഡ് മോളാർ ബേസിസ് ഫോർ ദി കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഒക്ടെയ്ൻ C8H18 വിത്ത് ഫസ്റ്റ് വൺ തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയർ, സെക്കൻഡ് വൺ 150% തിയററ്റിക്കൽ എയർ അല്ലെങ്കിൽ 50% എക്സസ് എയർ. ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ഫ്യൂവൽ ഒക്ടെയ്ൻ ആണ്. ഒക്ടെയ്ൻ ഇവിടെ എഴുതിയിട്ടുണ്ട് C8H18.
ഓക്കെ, നമ്മൾ കമ്പസ്റ്റൻ ജനറലൈസ്ഡ് കമ്പസ്റ്റൻ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ CnHm ആണ്. എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടും? 8 കിട്ടും. എമ്മിൻ്റെ വാല്യൂ 18 കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? n + m/4 കണ്ടുപിടിച്ചാൽ എന്താ മതി? എൻ്റെ വാല്യൂ 8 + 18/4 = 12.5 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ആ കമ്പസ്റ്റൻ ഇക്വേഷനിൽ ഓരോന്നിനും ഈ തന്നിരിക്കുന്ന കമ്പസ്റ്റൻ ഇക്വേഷനിൽ ഓരോ ടേമിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വേണ്ട. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. കമ്പസ്റ്റൻ ഇക്വേഷൻ ഇതേപോലെ കിട്ടും. C8H18 + എൻ്റെ വാല്യൂ 12.5 ആണ്. O2 + 3.76 N2. ഇവിടെ NCO2 എന്ന് വെച്ചാൽ 8 ആണ്. അതേപോലെ M/2 H2O M 18 ആണ്. M/2 എന്ന് പറഞ്ഞാൽ 9 ആയി. നൈട്രജൻ എത്രയാണ് ഉണ്ടാവുക? 12.5 × 3.76 എത്ര കിട്ടും? 47 N2. ഇനി എയർ ഫ്യൂൽ റേഷ്യോ ആദ്യം മോൾ ബേസിസിലാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആവുമ്പം ഇക്വേഷൻ എങ്ങനെയാണ് മാറും? നമ്പർ ഓഫ് മോൾസ് ഓഫ് എയർ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫ്യൂവൽ. എത്ര മോൾസ് എയർ ഇവിടെയുണ്ട്? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേം എത്ര വന്നു? 4.76 വന്നു ഇൻറ്റു 12.5 മീൻസ് 12.5 × 4.76 ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എയർ എന്ന് പറയുന്നത്. ആകെ ഒരു മോള് ഫ്യൂൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് എയർ ഫ്യൂൽ റേഷ്യോ ഓൺ മോൾ ബേസിസ് എന്ത് കിട്ടും? 59.5 kmol ഓഫ് എയർ പെർ kmol ഓഫ് ഫ്യൂവൽ. ഒരു kmol ഓഫ് ഫ്യൂവലിന് 59.5 kmol ഓഫ് എയർ കംപ്ലീറ്റ് കമ്പസ്റ്റിന് ആവശ്യമാണ്. അടുത്തത് എയർ ഫ്യൂൽ റേഷ്യോ ഓൺ മാസ് ബേസിസ്. ഇക്വേഷൻ എന്താ വരിക? മാസ് ഓഫ് എയർ ബൈ മാസ് ഓഫ് ഫ്യൂവൽ. മാസ് കിട്ടാൻ എന്ത് ചെയ്താന്ന് പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലാർ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? മാസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ എയറിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എയറിൻ്റെ മാസായി. ആകെ ഒരു മോള് ഫ്യൂവലേ ഇല്ലൂ. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? ഫ്യൂവലിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കണം. കാർബണിൻ്റെ എത്രയാണ്? 12 ആണ്. 8 കാർബൺ ഉണ്ട്. 12 × 8. ഹൈഡ്രജൻ്റെ 1 ആണ്. 18 ഹൈഡ്രജൻസ് ഉണ്ട്. ഓക്കെ, ആ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എയർ ഫ്യൂൽ റേഷ്യോ 15.12 kg ഓഫ് എയർ പെർ kg ഓഫ് ഫ്യൂവൽ. ഇത് തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയർ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് 150% തിയററ്റിക്കൽ എയർ അല്ലെങ്കിൽ 50% എക്സസ് എയർ. കമ്പസ്റ്റൻ ഇക്വേഷനിൽ വരുന്ന മാറ്റം ലെഫ്റ്റ് സൈഡിൽ എന്താ മാറ്റം വന്നിരിക്കുന്നത്? ഇവിടെ ഒരു 1.5 അധികം വന്നു. തൊട്ട് മുമ്പിലത്തെ കേസിലാണെങ്കിൽ അവിടെ 1 ഉണ്ട്. അതുകൊണ്ടാണ് അത് എഴുതാണ്ടുന്നത്. ഓക്കെ, ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 1.5 ആണ്. കാരണം 100% എയർ അല്ല ഉപയോഗിക്കുന്നത്. 50% എക്സസ് എയർ ഉണ്ട്. അല്ലെങ്കിൽ 150% തിയററ്റിക്കൽ എയർ. അതുകൊണ്ടാണ് അവിടെ 1.5 വന്നത്. ബാക്കി ലെഫ്റ്റ് സൈഡിൽ എന്താണ്? എല്ലാം കോമൺ ആണ്. റൈറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് 8 CO2 തന്നെ, 9 H2O തന്നെ. ഇനി ഓക്സിജൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ടോട്ടൽ ഓക്സിജൻ എത്രയാണ്? 1.5 × 12.5 ഓക്സിജനാണ് അവിടെ ഉള്ളത്. അതിൽ ആ 1 എന്ന് പറഞ്ഞാൽ 100% ഇവിടെ പോയി, കംപ്ലീറ്റ് കമ്പസ്റ്റിന് പോയി. ബാക്കി എത്രയുള്ളത്? 0.5 × 12.5 ഓക്സിജൻ എന്താണ്? അത് പ്രൊഡക്റ്റിൽ ഫ്രീ ഓക്സിജനായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ ഈ 0.5 × 12.5 ഓക്സിജൻ പ്രൊഡക്റ്റിൽ വന്നത്. 1 × 12.5 ഇവിടെ പോയി, കമ്പസ്റ്റിന് പോയി. റിമൈനിങ് ആണ് ഫ്രീ ഓക്സിജനായിട്ട് ഉണ്ടാവുക. ഇനി ടോട്ടൽ എത്ര നൈട്രജൻ ഉണ്ടാവും? 1.5 × 12.5 × 3.76 നൈട്രജൻ ഉണ്ടാവും. ഇതാണ് കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഇക്വേഷൻ. ഓക്കെ, ഇനി വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് എഴുതിയാൽ ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി എയർ ഫ്യൂൽ റേഷ്യോ ഓൺ മോൾ ബേസിസ് തൊട്ട് മുമ്പിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എയർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എത്ര വന്നു? 4.76 വന്നു. പുറത്ത് ഇപ്പോൾ എത്രയുണ്ട്? 1.5 × 12.5 ഉണ്ട്. ആകെ ഒരു മോള് ഫ്യൂൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താ? 1.5 × 12.5 × 4.76 / 1 സോൾവ് ചെയ്താൽ 89.25 kmol ഓഫ് എയർ പെർ kmol ഓഫ് ഫ്യൂവൽ കിട്ടും. ഇനി അടുത്ത കേസ് എന്താണ്? എയർ ഫ്യൂൽ റേഷ്യോ ഓൺ മാസ് ബേസിസ് ആണ്. തൊട്ട് മുമ്പ് ചെയ്ത മാതിരി തന്നെ മാസ് അങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലാർ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എയറിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 28.97. അതേപോലെ താഴെ 1 × മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 8 കാർബൺസ് ആയുള്ളത് മോളിക്കുലാർ വെയിറ്റ് 12 ആണ്. 12 × 8 +
ഹൈഡ്രജൻ്റെത് 1ഉം 18 ഹൈഡ്രജൻസ് ഉണ്ട്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 22.68 കിലോഗ്രാം ഓഫ് എയർ പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ കിട്ടും. ഇങ്ങനെയാണ് ഇത് വെച്ചുള്ള പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്പഷൻ ഇക്വേഷൻ, അതായത് മിനിമം എമൗണ്ട് ഓഫ് എയർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ. ഇത് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത് ക്വസ്റ്റ്യനിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയൊക്കെ പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ടാവും. എക്സാക്റ്റ് കോമ്പോസിഷൻ തരാണ്ട് പേഴ്സൻറ്റേജ് ആയിട്ട് ഇൻപുട്ട് തരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയർ എങ്ങനെ കണ്ടുപിടിക്കാൻ? 100/23 ഇൻറ്റു 8/3 കാർബൺ പ്ലസ് 8 ഇൻറ്റു H മൈനസ് O/8 പ്ലസ് S. ഇതിൽ സി എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് എമൗണ്ട് ഓഫ് കാർബൺ ആണ്. 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എത്ര കാർബൺ ഉണ്ട്, അതേപോലെ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് H, 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിൽ ഓക്സിജൻ, സൾഫർ. അതൊക്കെയാണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഒരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. ഡിറ്റർമൈൻ ദ എയർ ഫ്യൂൽ റേഷ്യോ ആൻഡ് തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയർ റിക്വയർഡ് ബൈ മാസ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂൽ കണ്ടെയ്നിങ് ബൈ മാസ് 85% carbon, 8% hydrogen, 3% oxygen, 1% sulfur and remaining ash. If 40% excess air is used, what is the volume of air at 27 degrees centigrade and 303 bar? അടുത്തത് ഇതിൽ ചെയ്യേണ്ടത്, ഫോർ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ കൺസിഡർ ചെയ്യുന്നത് 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലാണ്. കാർബണിൻ്റെ പെർസെൻറ്റേജ് 85% ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിൽ എത്ര കാർബൺ ഉണ്ടാവും? 0.85 കിലോഗ്രാം ഓഫ് കാർബൺ ഉണ്ടാവും. അതേപോലെ 0.08 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ഉണ്ടാവും. 0.03 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ടാവും. 0.01 കിലോഗ്രാം ഓഫ് സൾഫർ ഉണ്ടാവും. ഇനി ജനറലൈസ്ഡ് കമ്പഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് TH is equal to 100/23, 8/3 കാർബൺ പ്ലസ് 8 ഇൻറ്റു H മൈനസ് O/8 പ്ലസ് S. ഇനി എന്താ ചെയ്യേണ്ടത്? ആ സിൻ്റെയും എച്ചിൻ്റെയും ഓൻ്റെയും എസിൻ്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? TH is equal to 100/23 ഇൻറ്റു 8/3 ഇൻറ്റു 0.85 പ്ലസ് 8 ഇൻറ്റു 0.08 മൈനസ് 0.03/8 പ്ലസ് 0.01. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 12.55 കിലോഗ്രാം ഓഫ് എയർ പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ, അല്ലെങ്കിൽ എയർ ഫ്യൂവൽ റേഷ്യോ ഓൺ മാസ് ബേസിസ് എന്താണ്? 12.55:1. ഇനി അതിൽ സെക്കൻഡ് കേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 40% എക്സസ് എയർ ഉപയോഗിക്കുന്ന സമയത്ത് എത്രത്തോളം വോളിയം ഓഫ് എയർ ഉണ്ട്. ഓക്കെ, തിയററ്റിക്കൽ എന്ന് വെച്ചാൽ എത്രയാണ്? 12.55 കിലോഗ്രാം ഓഫ് എയർ ആണ്. 40% എക്സസ് എയർ ഉപയോഗിക്കുന്ന വെച്ചാൽ ടോട്ടൽ എത്രയായി? 1.4 ഇൻറ്റു 12.55 ആയി ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ. അത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 17.57 കിലോഗ്രാം. അടുത്തത് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് വെച്ചാൽ 300 കെൽവിൻ, 303 കെൽവിൻ അല്ല, 300 കെൽവിനാണ് ഇവിടെ. 300 കെൽവിൻ. പ്രഷർ ഈസ് ഈക്വൽ ടു 1.03 ബാർ. ഇനി വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? PV ഈസ് ഈക്വൽ ടു MRT ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. VA ഈസ് ഈക്വൽ ടു 17.57 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 287 ആണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ ഡിവൈഡ് ബൈ പ്രഷർ ബാറിലാണ്, അതിനെ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1.03 ഇൻറ്റു 10⁵. വാല്യൂ എത്ര കിട്ടും? 14.687. ടെമ്പറേച്ചർ തന്നിരിക്കും, ഒന്നും കൂടെ ശ്രദ്ധിക്കണം. 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്, അത് 300 കെൽവിനാണ്, 303 കെൽവിൻ അല്ല. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര കിട്ടും? VA ഈസ് ഈക്വൽ ടു 14.687 മീറ്റർ ക്യൂബ് കിട്ടും. അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്ത ഒരു സാമ്പിൾ പ്രോബ്ലം കൂടെ നോക്കാം. The percentage by composition of a sample of liquid fuel by weight is C is equal to 84.8%, H2 is equal to 15.2%. Calculate. First one, weight of air needed for the combustion of 1 kilogram of fuel. Second one, the volumetric composition of product of combustion if 15% excess air is used. ഈ ക്വസ്റ്റ്യനിലും കാർബണിൻ്റെ പെർസെൻറ്റേജും ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയറും കണ്ടുപിടിക്കണം, പിന്നെന്താ 15% എക്സസ് എയർ യൂസ് ചെയ്യുന്ന സമയത്തിലെ പ്രൊഡക്റ്റിൻ്റെ കോമ്പോസിഷനും കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ,
ഓക്കെ, ഈ കേസിലും 1 കിലോഗ്രാം ഫ്യൂവൽ തന്നെ കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്ത് അതിൽ 84.8% കാർബണാണ്. മീൻസ് കാർബൺ എത്ര ഉണ്ടാവും? 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിൽ 0.848 കിലോഗ്രാം കാർബൺ ആയിരിക്കും. ഹൈഡ്രജൻ്റെയോ 0.152 കിലോഗ്രാം ഹൈഡ്രജനാണ്. ഓക്കെ, ഇനി ജനറലൈസ്ഡ് കമ്പഷൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ കാർബണും ഹൈഡ്രജനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും എന്താണ്? 0 പോവും. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3 ഇൻറ്റു 0.848 പ്ലസ് 8 ഇൻറ്റു 0.152, ബാക്കി ടേംസ് 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ 15.12 കിലോഗ്രാം ഓഫ് എയർ പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ. സെക്കൻഡ് കേസിൽ 15% എക്സസ് എയർ ഉപയോഗിക്കുന്ന സമയത്തുള്ള കോമ്പോസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് കമ്പഷൻ ഇക്വേഷൻ എഴുതണം. ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺസും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻസും കണ്ടുപിടിക്കണം. മോൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ് ആണ് ഇക്വേഷൻ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് 0.848 ആണ്. മോളിക്കുലർ വെയിറ്റ് കാർബണിൻ്റെ 12 ആണ്. സോൾവ് ചെയ്താൽ 0.0707 കിട്ടും. ഇനി ഹൈഡ്രജൻ എടുത്തിട്ടുണ്ടെങ്കിലോ, ഹൈഡ്രജൻ്റെ മാസ് എന്നിരിക്കുന്നത് 0.152 കിലോഗ്രാം ആണ്. ഹൈഡ്രജൻ്റെ മോളിക്കുലർ വെയിറ്റ് 2 ആണ്. സോൾവ് ചെയ്താൽ 0.076 കിട്ടി. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. അങ്ങനെ മാസ് ബൈ മോളിക്കുലർ വെയിറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. ഇനി 15% എക്സസ് എയർ ഉള്ള സമയത്ത് കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതണം. ഓക്കെ, എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ കാർബണിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.0707 ആണ്. ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.076 ആണ്. ഇനി 15% എക്സസ് എയർ ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിജൻ്റെ എയറിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതണം? O2 പ്ലസ് 3.76 N2 ആസ് യൂഷ്വൽ ബ്രാക്കറ്റിലുണ്ട്. A ഇൻറ്റു 1.15 വരും. കാരണം എന്താ? 15% എക്സസ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ എന്താ ഇക്വേഷൻ വരുന്നത്? BCO2 DH2O. ഇനി അഡീഷണലായിട്ട് വരുന്ന ഓക്സിജൻ എത്രയാണെന്നില്ലേ? 0.15 ഇൻറ്റു A ഇൻറ്റു O2. അത് ഫ്രീ ഓക്സിജനാണ്. എക്സസ് ആയിട്ട് വരുന്ന ഓക്സിജനാണ്. അത് പ്രൊഡക്റ്റിൽ ഓക്സിജനായിട്ട് തന്നെ ഉണ്ടാവും. ഇനി നൈട്രജൻ എത്രയും ഉണ്ടാവും? 1.15 ഇൻറ്റു A ഇൻറ്റു 3.76. ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് നൈട്രജൻ അതേമാതിരി എഴുതുക. കാരണം അത് ഇനർട്ടാണ്. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യണം. ഇനി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാർബൺ ബാലൻസ് ചെയ്ത് എന്ത് കിട്ടും? കാർബണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എന്താ വരുന്നത്? 0.0707 ആണ്. റൈറ്റ് സൈഡിൽ B മാത്രമേ കാർബൺ ഉള്ളൂ. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? B ഈസ് ഈക്വൽ ടു 0.07. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്താലോ, ലെഫ്റ്റ് സൈഡിൽ എത്ര H2 ഉള്ളത്? 0.076 H2 ആണ്. ഇവിടെ എന്താ? DH2 ആണ് ഉള്ളത്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? D ഈസ് ഈക്വൽ ടു 0.076 കിട്ടും. ഇനി ഓക്സിജൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജനാണ് ഉള്ളത്? ഇവിടെ 1.15 ഇൻറ്റു A ഇൻറ്റു 2 ഉണ്ട്. 2 O2 ആണ്. അതുകൊണ്ട് 1.15 ഇൻറ്റു A ഇൻറ്റു 2 വന്നു ലെഫ്റ്റ് സൈഡിൽ. ഇനി റൈറ്റ് സൈഡിലാണെങ്കിലോ, ഇവിടെ CO2നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? 2B ഉണ്ട്. അതേമാതിരി ഹൈഡ്രജനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു D ഓക്സിജൻ ഉണ്ട്. അടുത്തത് ഇവിടെയാണെങ്കിലോ 0.15 ഇൻറ്റു A ഇൻറ്റു 2 ഉണ്ട്. ഇവിടെ O2 ആണ്. അതുകൊണ്ട് എന്താ? 0.15 ഇൻറ്റു A ഇൻറ്റു 2 വന്നു. ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ, ഈ ഓക്സിജൻ ബാലൻസ് ചെയ്യുന്ന ഇക്വേഷൻ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എൻ്റെ വാല്യൂ കിട്ടും. A ഈസ് ഈക്വൽ ടു 0.1087. ആ വാല്യൂസ് എൻ്റെയും ബിൻ്റെയും ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ കമ്പസ്റ്റൻ ഇക്വേഷൻ കിട്ടും. ഫൈനൽ കമ്പസ്റ്റൻ ഇക്വേഷൻ എന്താ വരുന്നത്? 0.0707 കാർബൺ പ്ലസ് 0.076 ഹൈഡ്രജൻ പ്ലസ് 0.125 ഇൻറ്റു O2 പ്ലസ് 3.76 N2 gives 0.0707 CO2 പ്ലസ് 0.0763 O2 പ്ലസ് 0.47 N2. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് വോളിയോമെട്രിക് കോമ്പോസിഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും പെർസെൻറ്റേജ് ബൈ വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ടാബുലാർ ഫോമിൽ ചെയ്യുക. അത് ആദ്യം എന്താണ്? പ്രൊഡക്റ്റൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്
വാട്ടർ, ഓക്സിജൻ, നൈട്രജൻ. അതിൻ്റെയൊക്കെ നമ്പർ ഓഫ് മോൾസ് കമ്പസ്റ്റൻ ഇക്വേഷൻ നോക്കി എഴുതി. അതിനുശേഷം എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഇത് ഫുൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് 0.0707 ഡിവൈഡ് ബൈ 0.633. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതേപോലെ വാട്ടറിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക? എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഇതാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. വോളിയോമെട്രിക് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് മോൾ പെർസെൻറ്റേജ് അല്ല വോളിയം പെർസെൻറ്റേജ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്.